ഒരുപാട് കുളങ്ങളുണ്ട്. ആവശ്യം പോലെ കുളങ്ങളുണ്ട്. വെങ്കുളം, കരിങ്കുളം, കരുവംകുളം, ഇവിടെയെല്ലാം ഈ പഞ്ചായത്ത് അതിർത്തിപ്പെട്ടതാണ്. 10-16ഓളം കുളങ്ങളുണ്ട്. കുളങ്ങൾ മാത്രമല്ല, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ അംഗനവാടി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള കോളേജ് വരെ ഉണ്ട്. ചിത്രലേഖ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ, കുളത്തൂർ ഭാസ്കരൻ നായർ ഇങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു ഫിലിം സൊസൈറ്റി സംസ്കാരം കൊണ്ടുവരുന്നത് ഭാഷയിലോട്ട് മാറും. കാര്യങ്ങൾ അങ്ങനെ അങ്ങ് മാറിപ്പോകും. ഇപ്പൊ ഈ അമ്പലത്തിൽ തന്നെ മാർക്സിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, RSSകാരുണ്ട്, കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. എന്തായാലും ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോഴാണ് അറിയുന്നത്. ആള് ജയിലിലായിരുന്നു. നമസ്കാരം. കേരള കോളിങ്ങിന്റെ ഭാഗമായിട്ട് അല്പം കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ഉച്ചക്കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, പഴയ ഉച്ചക്കടയിൽ നിന്ന് വരുന്ന വഴി കുളത്തൂർ എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോഴത്തേക്ക് ഒരു പ്രത്യേകത തോന്നി. ഞാനിവിടെ ഒരു ചേട്ടനെ കണ്ട് പിടിച്ചു നിർത്തി. എന്തോ സാധനം വാങ്ങിക്കാൻ വന്നതാണ്. കരുത്തിന് അവിടെ വന്നിരിക്കുകയാണ്. പേരെന്ത്? അജയകുമാർ. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ കേരളത്തിന് തെക്കേറ്റം വരെ വടക്കേറ്റം വരെ ഒരു യാത്ര. അപ്പോൾ അതിനിടയിൽ പോകുന്ന കാണുന്ന കാഴ്ചകൾ, സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാമെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ചാരോട്ട് പോകണം, ഇങ്ങോട്ട് പോകുമ്പോൾ ഊരം വെള്ളം അല്ലേ. അപ്പോൾ ഈ കുളത്തൂർ എന്ന പേര് വരാൻ കാരണം എന്തായിരിക്കും? ഞങ്ങൾ അറിവ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുളങ്ങൾ ഒരുപാട് കുളങ്ങളുണ്ട്. ആവശ്യം പോലെ കുളങ്ങളുണ്ട്. വെങ്കുളം, കരിങ്കുളം, കരുവംകുളം, ഇവിടെയെല്ലാം ഈ പഞ്ചായത്ത് അതിർത്തിപ്പെട്ടതാണ്. 10-16ഓളം കുളങ്ങളുണ്ട്. നമുക്ക് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണാനുള്ളത് റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം. ശരി. കളവത്ത ജംഗ്ഷനിൽ ഇപ്പുറത്താണ് കരുവംകുളം. ഈ വെങ്കുളം എന്ന് പറഞ്ഞത് ആ പഴയ ചക്കടയ്ക്ക് താഴ്ചക്കുള്ള വലിയ കുളം, അത് കോരിയിട്ടൊക്കെയാണ്. അത് കുഴപ്പമില്ല. അതെല്ലാം ഏക്കർ കണക്കിനുള്ള വലിയ കുളങ്ങൾ. പിന്നെ ചെറിയ കുളം, പുതുക്കുളം, പുത്തൻകുളം, പിന്നെ നെല്ലിക്കുളം എന്നൊക്കെ പറഞ്ഞിട്ട് 16ഓളം കുളങ്ങൾ നിലവിലുള്ളതാണ്. അങ്ങനെ ഈ ആവശ്യം പോലെ കുളങ്ങൾ ഉള്ളത് കൊണ്ട് ഊരായതുകൊണ്ട് കുളത്തൂര്. പക്ഷെ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ കുളങ്ങൾ മാത്രമല്ല, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ അംഗനവാടി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള കോളേജ് വരെ ഉണ്ട്. ആക്ച്വലി ഇതൊരു ഗ്രാമമാണ്. അതായത് ഈ കാമ്പസ് എന്ന് പറയുന്നത് 18 ഏക്കറാണ്. 18 ഏക്കർ ഈ കാണുന്ന അതല്ല, ഈ കാമ്പസിൽ മൊത്തത്തിൽ 18 ഏക്കറാണ്. ഈ 18 ഏക്കറിൽ അംഗനവാടി ഉണ്ട്, ആശുപത്രി ഉണ്ട്, ഫാമിലി ഹെൽത്ത് സെന്റർ, കോളേജ് ഉണ്ട്, ജൂനിയർ ടെക്നിക്കൽ സ്കൂളിന്റെ ഒരു ബിൽഡിംഗ് ആണ്. ഇതും ജൂനിയർ ടെക്നിക്കൽ സ്കൂളിലാണ്. ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇതെല്ലാം എല്ലാം ഒറ്റ കോമ്പൗണ്ടായിട്ട് കിടക്കാണ്. അതിന്റെ നടുക്കാണ് ഈ ഒരു ആൽമരമുള്ള അങ്ങനെ നട്ടു. ഇതിനെ ഇപ്പൊ വൃശ്ചികമാസത്തിലേക്ക് ഞാൻ ഇവിടെ ആൽമരം വെച്ചൊരു പൂജയും മറ്റു കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു നൊസ്റ്റാൾജിയാണ്, ഒരു ഗ്രാമത്തിന്റെ ഒരു പ്രതീകമാണല്ലോ ഒരു കവലയും ഒരു ആൽമരവും ഒക്കെ എന്ന് പറയുമ്പോൾ. അത് കുറച്ചുകൂടി അപ്പുറത്ത് ചെന്നാൽ ഇവിടത്തേക്ക് പ്രമാദമായ വലിയ പേര് കേട്ട ഒരു അമ്പലമുണ്ട്, ഭദ്രകാളി ക്ഷേത്രം, കുളത്തൂർ പണമുഖത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. പേര് കേട്ടതാണ്. ഇവിടുന്ന് ഒരു 300 മീറ്റർ അപ്പുറത്താണ്. വർഷം തോറും തൂക്കം നടക്കുന്ന ഒരു അമ്പലമാണ്. കൊല്ലംകോട് തൂക്കം പോലെ അത്രത്തോളം പ്രമാദം. എണ്ണം കുറവായിരിക്കും. കൊല്ലംകോട് 1600 എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു 100 കാണുന്നത് എണ്ണം കുറവാണെന്നില്ല, പക്ഷെ തൂക്കം 6 വർഷത്തിലൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞിട്ട് ഈ പ്രാവശ്യം ഏപ്രിൽ മാസം 20-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് തൂക്കം. ഫെബ്രുവരിയിൽ തൂക്കമുണ്ട്. അതായത് കുംഭമാസം. ഞങ്ങൾ കൊല്ലംകോട് പോയിരുന്നു. മീനമാസത്തെ ഇത് കുംഭമാസത്തെ പറയുന്നത്. അപ്പോൾ പിന്നെ കുളത്തൂർ എന്ന് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട ഒരു പേര് ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് കുളത്തൂർ ഭാസ്കരൻ നായർ. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിന്റെ വ്യത്യാസം. അരീക്കലത്ത് വീടെന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. അദ്ദേഹം പിന്നെ ഈ കുളത്തൂർ സ്കൂളിൽ പഠിച്ച ആളാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇതുണ്ടായത്, ചിത്രലേഖ ഫിലിം സൊസൈറ്റി വന്നത്. ആ രീതിയിൽ അദ്ദേഹം പിന്നെ 2 സിനിമ ചിത്രലേഖ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ, കുളത്തൂർ ഭാസ്കരൻ നായർ ഇങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു ഫിലിം സൊസൈറ്റി സംസ്കാരം കൊണ്ടുവരുന്നത് ലോക സിനിമയെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടത്തിൽ ഒരാളാണ് കുളത്തൂർ ഭാസ്കരൻ നായർ. ക്ഷേത്രത്തിന്റെ അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. കുടുംബ വീടൊക്കെ ഉണ്ട്. കുടുംബ വീടുണ്ട്. അദ്ദേഹത്തിന് ശേഷമാണ് അവിടെ താമസിക്കുന്നത്. അതിൽ അനിയ അടുത്ത കാലത്ത് മരിച്ചു. ഇപ്പൊ ഇവിടെ തൊട്ടടുത്തുള്ളത് ജംഗ്ഷൻ ഉച്ചക്കട ജംഗ്ഷൻ. അവിടെ ചാരോട്ട് പോകണം. അത് കഴിഞ്ഞാൽ ഊരമ്പള പൂഴിക്കുന്ന്. ഇവിടുന്ന് 5 കിലോമീറ്റർ പോയാൽ പഴയട മെയിൻ റോഡായി. 5 കിലോമീറ്റർ പോയാൽ പൂവാറ്. കോവളം അവിടുന്ന് 15 കിലോമീറ്റർ. നമ്മൾ കോവളം പൂവാറിന് അടുത്തായിട്ട് വരും. പിന്നെ ഒരു നെയ്യാറ്റിൻകരയിൽ 10 കിലോമീറ്റർ ആണുള്ളത്. നെയ്യാറ്റിൻകര താലൂക്കിലെ ഒരു ഇതാണ് കുളത്തൂർ പഞ്ചായത്ത്. നെയ്യാറ്റിൻകര താലൂക്കിനകത്ത് തന്നെ വരും. അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ പാറശാല അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്ക് കന്യാകുമാരി റൂട്ടിൽ പാറശാല കളിക്കള എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ പോയാൽ പാറശാല. തമിഴ്നാടിന് അടുത്ത് ചേർന്നാണ്. തമിഴ്നാട് 10 കിലോമീറ്റർ 10 കിലോമീറ്റർ പോയാൽ തമിഴ്നാടാണ്. ഊരപ്പി പോകണമെങ്കിൽ തമിഴ്നാടാണ് 5 കിലോമീറ്റർ. ഇവിടെ പ്രത്യേകിച്ച് കുറച്ച് തമിഴ് കൾച്ചറും കൂടെ ഉണ്ട്. ഈ കുറച്ച് ഉച്ചക്കട അങ്ങോട്ട് അറിയട്ടെ തമിഴ് കൾച്ചറുകൾ.
പിന്നെ നമ്മൾ ഭാഷയിലൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. ഉണ്ട് ഉണ്ട് ഈ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങളുണ്ട്. പിന്നെ കളികളേക്ക് അടുത്തോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി കൂടും. അതെ അതെ പിന്നെ വരുമ്പോൾ ഞാൻ സുരാജ് ഞാറമ്പിന്റെ ഭാഷയിലോട്ട് മാറും. ആ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് മാറി പോകും. ഈ പൊതുവെ ഈ പ്രദേശത്തിന് ഒരു സുഖകരമായ അന്തരീക്ഷമാണ് ജീവിക്കാൻ. തീർച്ചയായും വേറെ യാതൊരു ശല്യങ്ങളും ഇല്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വെക്കാനും അടിയും വെട്ടും കുറ്റമൊന്നും ഇല്ലാത്ത RSSകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെ പരസ്പരം അണ്ണാന്നും ചേട്ടാന്നും ചേളാറാന്നും അമ്മാവാന്നൊക്കെ വിളിക്കുന്ന ബന്ധങ്ങളുള്ള ഒരു സൗഹൃദത്തിൽ തന്നെയാണ് എല്ലാം ഉണ്ട്. ഒരു അമ്പലത്തിലായിരുന്നാലും ശരി തന്നെ. ഇപ്പോൾ ഈ അമ്പലത്തിൽ തന്നെ മാർക്സിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, RSSകാരുണ്ട്, കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഭരണസമിതി അത്ര വളരെ ഒരു കാര്യത്തിനും. അതുമാത്രമല്ല, ഈ കുളത്തൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഘോഷയാത്രയ്ക്ക് RSSന്റെ നേതൃത്വത്തിലുള്ള ഒരു ഘോഷയാത്രയ്ക്ക് ഈ പിന്നെ ചാരുകുടത്തിനപ്പുറത്തുള്ള മുസ്ലിം പള്ളി, ഇപ്പുറത്തുള്ള മുസ്ലിം പള്ളി, അതിനപ്പുറത്തുള്ള ഹിന്ദു അല്ല ക്രിസ്ത്യൻ പള്ളിയിലുള്ള ആൾക്കാർ നാരങ്ങള്ളവും ഇപ്പുറത്തുള്ളൊരു പിന്നെ ഈ പേരത്തമ്പഴം തുടങ്ങിയിട്ടുള്ള ആ രോഗങ്ങൾ കൊടുത്ത് സ്വീകരിച്ച് ജ്യൂസെല്ലാം കൊടുത്ത് അങ്ങനെയുള്ളതുണ്ട്. അതിലൊരു മാറ്റവും ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടായി. അല്ല, അതാണ് ഈ ഗ്രാമത്തിന്റെ ഒരു നന്മ എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ പിന്നെ മറ്റ് അന്തചിത്രങ്ങളൊന്നും വരുന്നില്ല. അവർക്ക് എല്ലാവരും ഒരുപോലെ കണ്ടും കേട്ടും ചെറുപ്പത്തിലെ അവർ കണ്ടും കേട്ടും അവര് അത് കുറെ കാലം കഴിഞ്ഞാലും അതൊന്നും പോകുന്നില്ല. നഗരപ്രദേശത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വരുന്നവരാണ്, വന്ന് താമസിക്കുന്നവരാണ്, അവരൊന്നും ബന്ധമില്ല, കമ്മിറ്റ്മെന്റ്സ് ഇല്ല, ബാധ്യതകളില്ല, എല്ലാവരും തമ്മിൽ എന്തും ആവാം എപ്പോഴും. പക്ഷെ ഇവിടെ അത് അങ്ങനെ ഒരു ഗുണം ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിലുണ്ട്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. കുളത്തിലായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ തൊട്ടപ്പുറത്താണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ്, ഈ കോളേജിന്റെ. എന്ത് ചെയ്യുന്നു? ഞാൻ ജയിലിൽ പറഞ്ഞില്ലായിരുന്നു. ജയിലിലാണ്, പെൻഷനായി. എന്തായാലും ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോഴാണ് അറിയുന്നത് ആള് ജയിലിലായിരുന്നു. ജയിലിലായിരുന്നു പറയുമ്പോൾ നിങ്ങൾ പേടിക്കരുത്, ജോലിയിലായിരുന്നു. എവിടെയായിരുന്നു? ഞാൻ ജയിലിലായിരുന്നു. അയ്യോ, പരവുള്ള അറിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ വളരെ സന്തോഷം. ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ ഞങ്ങളിങ്ങനെ കണ്ടുമുട്ടി. സന്തോഷം. രഞ്ജിത്ത് മുൻഷി എന്ന എൻ്റെ ചാനലിലൂടെ ഇത് കാണാം. എൻ്റെ യാത്ര ഇങ്ങനെ ഞാനിത് ഉച്ചക്കട വഴി ഇങ്ങനെ യാത്ര ചെയ്ത് പോവാർ വഴി അങ്ങനെ പോകും. ഇതിനിടയിൽ ഈ കുളത്തൂർ ഒന്ന് കണ്ടു. കുളത്തൂർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി പറഞ്ഞ് ക്ഷേത്രമൊക്കെ ഒന്ന് കണ്ട് കുളമൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യാത്രയുടെ പ്രത്യേകതകൾ. നിങ്ങളെല്ലാവരും നമ്മളെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമുക്ക് നാളെയും കാണാം.